ഹലോ കൂട്ടുകാരെ, മാ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏത്തക്കാപ്പഴം കൊണ്ട് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയാലോ. ഇതുപോലെ 2 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ആ ഏത്തപ്പഴം നമുക്കൊന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് നമ്മൾ നല്ലൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ ചെറു ചൂടോടെ തന്നെ ഇതങ്ങ് ഉടച്ചെടുക്കാം. തണുത്ത് കഴിഞ്ഞാൽ കുറച്ചങ്ങ് കട്ടിയായി പോവും. അപ്പോൾ ആ ചൂടോടെ തന്നെ അതങ്ങ് ഉടച്ച് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. മിക്സിയിലിട്ടൊന്നും അടിക്കണ്ട. ഇതുപോലെ തന്നെ ഒരു സ്പൂൺ കൊണ്ട് അമർത്തി അങ്ങ് കൊടുത്താൽ മതി. നല്ലതുപോലെ അങ്ങ് ഉടഞ്ഞു വന്നോളൂ. അപ്പോൾ നല്ലതുപോലെ ഏത്തപ്പഴം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അരിപ്പൊടി, ഒരു 4 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആ അരിപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് ഉപ്പ് കൂടി ചേർക്കാം. അതുപോലെ തന്നെ ജീരകവും ചേർക്കാം. ഞാനപ്പോൾ അത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ചെറിയൊരു തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. തിളപ്പിച്ച വെള്ളം ഒന്ന് ചെറുതായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചപ്പോഴത്തേക്കിനും അത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി തൂത്തിട്ട് ഒരു പകുതി മാവെടുത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഫുള്ളൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് ഒന്ന് വലുപ്പം ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഒരു കുഴിവ് പോലെ ഒരു കേക്കിൻ്റെ പരുവത്തിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ കൈകൾ കൊണ്ട് അമർത്തി അതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും ജീരകവും കൂടി ഒന്ന് നിറയ്ക്കാം. ഇതുപോലെ കുറേശ്ശെയായിട്ടിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ആ റൗണ്ട് ഒന്ന് അത്യാവശ്യം ഒരു പൊക്കി ഞാനിങ്ങനെ പരത്തിയെടുത്തത്. കാണാം, അതാകുമ്പോൾ ഈ ഫില്ല് അതിൽ നിറയ്ക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ നീരൊന്നും അകത്തിറങ്ങാതെ അതിനകത്ത് തന്നെ നിന്നോളും. അതിനു വേണ്ടിയാണ് അതിന് ചുറ്റും അങ്ങ് റൗണ്ടാക്കിയത്. ഇപ്പോൾ ഇത്രയും വെച്ച് നല്ലതുപോലെ അമർത്തി അതിലേക്കൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെറ്റാക്കി വെക്കണം. ഇനി ബാക്കി മിച്ചം വന്ന മാവ് വേറൊരു പാത്രത്തിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതൊന്ന് കവർ ചെയ്യണം. നല്ലതുപോലെ പ്രസ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ അത് ആ റൗണ്ട് ഷേപ്പിൽ അങ്ങ് നിന്നോളും. മാവ് തന്നെ എടുത്ത് വെച്ചാൽ ചിലപ്പോൾ ആ ശർക്കരയിൽ അങ്ങ് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് വേറൊരു പ്ലേറ്റ് വെച്ച് പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തത്. അതാകുമ്പോൾ അതൊന്ന് കവർ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. ഇതുപോലെ കൈകൾ കൊണ്ട് കുഴിപ്പിച്ച് അതെല്ലാം ഒന്ന് കവർ ചെയ്ത് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഒന്ന് വൃത്തിയാക്കി ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പച്ചെമ്പിലേക്ക് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുത്താൽ ഇതുപോലെ സോഫ്റ്റായിട്ടുള്ളൊരു കേക്ക് പരുവത്തിലുള്ളൊരു ബനാന പലഹാരം നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടും. കാണുമ്പോൾ തന്നെ ഒരു കേക്കിൻ്റെ രൂപമില്ലേ. വളരെ എളുപ്പത്തിൽ അടിപൊളിയായിട്ട് ടേസ്റ്റിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ്. വേണമെങ്കിൽ ബനാന കേക്ക് എന്നൊക്കെ പറയാം. അപ്പച്ചമ്പുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി വീട്ടിൽ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ അതിൽ ഫില്ല് ചെയ്ത് വെച്ച ശർക്കരയും തേങ്ങയെല്ലാം കൂടി ഇതുപോലെ മെൽറ്റായിട്ട് അതിനകത്ത് തന്നെ അതിക്കൊപ്പം അതുകൂടി കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കേക്കായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയും മുക്കിയൊക്കെ കഴിക്കാനും അപാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.